ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പൂന്തോട്ടങ്ങളും ചെടികളും ഒക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. കുറച്ചൊക്കെ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി കൊള്ളാമോ? ചെമ്പരത്തിയാണ്. ഫസ്റ്റ് ഒരു പൂ വന്നിട്ടുണ്ട്. ചെമ്പരത്തിയിൽ കുറേ മുട്ടൊക്കെ നിൽക്കുന്നുണ്ട്. കുറച്ച് പൂ വന്നിട്ടുണ്ട്. അടുത്ത് തുളസി. എല്ലാവരുടെ വീട്ടിലും കാണും തുളസി. അടുത്തത് കല്യാണ സൗന്ദര്യമാണ്. അപ്പം അത് നല്ല മണമാണ്. ഇത് പറിക്കുമ്പോൾ നല്ല മണമായിരിക്കും. കാണിക്കാൻ പോകുന്ന ഒരു തരം കീരയാണ്. ഇതാണ് നമ്മളെ കീര. ഇത് നമ്മളെ നാട്ടിൽ പറയുന്നത് കണ്ണൻകീരയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ഇടുക. ഇതിൽ നല്ല ഔഷധമൊക്കെ ഉണ്ട്. ഷുഗറൊക്കെ കുറയും. നമ്മൾ കാണിക്കാൻ പോകുന്നത് ചേമ്പാണ്. ചേമ്പിൽ കുറച്ച് തൈകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. തൈകൾ അതിൻ്റെ അകത്തുനിന്ന് ചേമ്പിന് നല്ല ഔഷധ ഗുണമൊക്കെ ഉണ്ട് ഈ ചേമ്പിൽ. ഇതാണ് നമ്മളെ ശംഖുപുഷ്പം. ഇത് എന്തോ ഔഷധ ഗുണമൊക്കെ കാലിലൊക്കെ മരുന്ന് തേച്ചിടാന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ ശംഖുപുഷ്പം. വെള്ളയാണ്. ഇതിലെ നീലയൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് മുകളിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മളെ ശംഖുപുഷ്പം. നവര. ആണെങ്കിൽ ഇതിൽ ചെറുതായിട്ട് പനിക്കൂർക്കയെന്നും പറയും. ഇത് എന്തോ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് പനിക്കൂർക്ക എന്ന് പറയും. കറക്റ്റായിട്ട് പേരറിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ പറയണ നവരയെന്നാണ്. നമ്മളെ ബോഞ്ചിക്ക. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മളെ വീട്ടിൽ. അതാണ് നമ്മളെ ബോഞ്ചിക്ക. നിങ്ങൾക്ക് ഓർമ്മ പറഞ്ഞാലും ഓണിക്കേറെ പാട്ട്. ഇതാണ് നമ്മളെ ബോഞ്ചിക്ക. ഇതിൽ കുറേ ഇതൊക്കെ വന്നിട്ടുണ്ട്. കാകൾ പൂവുകൾ വന്നിട്ടുണ്ട്. അത് വെളിയിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മളെ ബോഞ്ചിക്ക. ഇതാണ് നമ്മളെ പക്കിച്ചെടി. നമ്മളെ നാട്ടിൽ പക്കിച്ചെടി എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ഇടുക. ഇത് നല്ല പൂക്കൾ, നല്ല രസമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കാണാൻ. ഇത് പിങ്ക് കളറുണ്ട്. വെള്ള ഇവിടെ വന്നിട്ട് വെള്ള നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറിച്ച് കണ്ടോ. ഇത് നല്ല രസമുണ്ട്. ആർക്കാലും ഇഷ്ടപ്പെടണമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെ കനകാംബരം. ഇത് തലയിലൊക്കെ കെട്ടി വെക്കാൻ കൊള്ളാം. പൂവൊക്കെ വെക്കുമ്പോൾ തലയിലൊക്കെ കെട്ടി വെക്കാൻ കൊള്ളാം. ഇതിൽ നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. മുട്ടുകളും പൂക്കളും. ഇത് പൊടിച്ച് വരുമ്പോൾ നല്ല രസമായിരിക്കും. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് റോസയാണ്. റോസയിൽ പൂവൊന്നും വന്നിട്ടില്ല. കുറച്ചും കൂടെ വളർന്ന് വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മളെ റോസ. ഇത് എന്ത് റോസയാണെന്ന് പറഞ്ഞൂടെ. ഏതൊരു റോസയാണ്, പട്ടു റോസ എന്നോ ഒരു റോസ. ഇതാണ് നമ്മളെ മുല്ല. ഇതിൽ പൂവൊന്നും വന്നിട്ടില്ല. എന്താണെന്ന് അറിഞ്ഞൂടെ. കുറച്ചും കൂടെ പൊടിച്ച് വരുമ്പോൾ പൂ വരുമെന്നാണ് വിശ്വാസം. ഇതാണ് നമ്മളെ കറ്റാവായ. ഇത് നല്ലതായിട്ട് പൊടിച്ച് വന്നില്ല. കുറേയൊക്കെ അരിഞ്ഞ് പോകുന്നുണ്ട്. പൊടിച്ച് വരുമ്പോൾ നന്നായിട്ട് വരുമെന്നാണ് വിശ്വാസം. ഗായ്സ്, ഇതാണ് നമ്മളെ മുളക്, കാന്താരി മുളക്. ഇതാണ് നമ്മളെ മുളക്. ഇത്രയേ ഉള്ളൂ പൂന്തോട്ടം. കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബർ, ലൈക്ക്, കമൻ്റ് ഒക്കെ ചെയ്യുക. സപ്പോർട്ടും ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.